ഒരു ബിൽഡിംഗ്, ഒരു സിംഗിൾ ബിൽഡിംഗ് നിൽക്കുന്നു. അവിടെ റെസ്റ്റോറൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാനാണത്. അവിടെ കയറി ഇരുന്നപ്പോഴേക്കും ഒരു യങ് ലേഡിയാണ് അതേ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണത്. ഇതിനിടയ്ക്ക് അവളിങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്നിടയ്ക്ക് ഹേയ് ഇന്ത്യ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവളെന്താ ഈ പറയുന്നത്. ജനലിൽ കൂടി പുറത്തേക്ക് ചാടിയപ്പോഴാണ് പൂച്ചയെ വിളിച്ചത് ഇന്ത്യ എന്ന്. ബെൻസ് ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ നേരത്തെ ആ ഡോർ എന്ത് ചെയ്യുക, തുറക്കുകയല്ല. അവിടെ അകത്തുനിന്ന് തള്ളുകയും പിന്നെ ഈ ലോക്ക് തിരിക്കുകയും ചെയ്തിട്ട് സാധനം ഓപ്പൺ ചെയ്യല. ഞാൻ ആ ഹോട്ടലിൻ്റെ സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ വന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, തുറക്കുകയില്ല. ഈ മുകളിലത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അവൻ്റെ കയ്യിൽ ഒരു പവർ ഡ്രില്ലുണ്ടായിരുന്നു. ഇലക്ട്രിക് ഡ്രില്ലും കൊണ്ട് പുള്ളി കീഴോട്ട് ഇറങ്ങി വന്നപ്പോഴും കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് ഈ ഇലക്ട്രിക് ഡ്രില്ല് നിലത്തേക്ക് വീണു. ഗ്രേസിയുടെ തലയുടെ സൈഡിൽ കൂടെ റബ്ബ് ചെയ്തിട്ടാണ് സാധനം പോയത്. ബർഗോസിൽ നിന്നുള്ള അടുത്ത യാത്ര ഹോർണിയോസ് ഡെൽ കമീനോ എന്നു പേരിലൊരു സ്ഥലത്തേക്കായിരുന്നു. അത് 20 കിലോമീറ്റർ നടപ്പ്. ഹോർണിയോസ് ഡി കമീനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഭാഗത്ത് അധികം ആൾത്താമസമൊന്നുമില്ല. ഒരു നാരോ സ്ട്രീറ്റ്, അതിൻ്റെ രണ്ട് സൈഡിലും കുറേ ആളില്ലാത്ത വീടുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു കിടന്നത്. ആകെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു സ്മോൾ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ചെന്ന് താമസിച്ചപ്പോൾ ആ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അന്ന് പതിവ് പോലെ മഴയും കാറ്റും, റോഡിൽ മുഴുവൻ വെള്ളം. റോഡല്ല, ഈ വാക്കിംഗ് പാത്തിൽ വെള്ളം ഇഷ്ടം പോലെ കിടക്കുന്നു, ചെളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആക്സിഡൻറ്റും ഉണ്ടാക്കാതെ ഞങ്ങൾ അതും സർവൈവ് ചെയ്ത് അടുത്ത സിറ്റിയിലെത്തി. നെക്സ്റ്റ് ഡേ കാസ്ട്രോജെറിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ പോയപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു റഷ്യക്കാരൻ ജസ്റ്റ് കൂടി കുറച്ച് സംസാരിച്ചു. അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അവൻ പറഞ്ഞു ഒരു 8 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി മറ്റേ റെസ്റ്റോറൻറ്റിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോയത്. ഇങ്ങനെ അവൻ അങ്ങോട്ട് നല്ലൊരു ടോൾ ഗായ്, ഹൈ സ്പീഡിൽ നടക്കുന്ന അവരൊക്കെ 10-40 കിലോമീറ്റേഴ്സ് ഒരു ദിവസം കവർ ചെയ്യുന്ന ആൾക്കാരാണ് വിത്ത് ലഗേജ്. അപ്പോൾ അങ്ങനെയുള്ള അവനങ്ങ് പോയി. ഞങ്ങളിങ്ങനെ നടന്ന് വളരെ ഓപ്പൺ ഫീൽഡിൽ കൂടെ, ഈ കൃഷി സ്ഥലങ്ങളാണ്, ഗോതമ്പ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാമായിട്ട് പിന്നെ പൂക്കളൊക്കെ ആയിട്ടുള്ള റോഡിൽ കൂടെ ഇങ്ങനെ പീസ്ഫുള്ളി നടന്ന് പോയി. കുറേ ഒരു 8-9 കിലോമീറ്ററോളം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഈ റോഡല്ല, ഞങ്ങളുടെ വാക്ക്വേയുടെ സൈഡിൽ ഒരു ബിൽഡിംഗ്, ഒരു സിംഗിൾ ബിൽഡിംഗ് നിൽക്കുന്നു. അവിടെ റെസ്റ്റോറൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഇരുന്നപ്പോഴേക്കും ഒരു യങ് ലേഡിയാണ് അതേ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണത്. ഇതിനിടയ്ക്ക് അവളിങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്നിടയ്ക്ക് ഹേയ് ഇന്ത്യ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവളെന്താ ഈ പറയുന്നത്. വെച്ചപ്പോൾ പൂച്ച ജനലിൽ കൂടി പുറത്തേക്ക് ചാടിയപ്പോഴാണ് പൂച്ചയെ വിളിച്ചത് ഇന്ത്യ എന്ന്. അപ്പം എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം വെച്ചാൽ നീ എന്താ ഈ ഇന്ത്യ എന്ന് വിളിക്കുന്നത്? അവൾ പറഞ്ഞു ഓ ഐ ലവ് ഇന്ത്യ. ഞാൻ നീ ഇന്ത്യ പോയിട്ടുണ്ട്? ഉണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഇന്ത്യൻ ഫുഡ് വളരെ ഇഷ്ടമാണ്. ഇത് സ്പാനിഷ് ലേഡി ആണ് കേട്ടോ, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഒരു കാര്യം ചെയ്യുക, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നാട്ടിൽ ആ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെ യാത്രയുടെ ഈ വീഡിയോ എടുത്ത് കൊടുക്കാറുണ്ട്, നിനക്ക് അവരോടൊന്ന് ഹലോ പറയാമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു യെസ് ഞാൻ പറയാമെന്നും പറഞ്ഞ് അവൾ ഹലോ ഇന്ത്യൻസ് ഐ ലവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ നിങ്ങളുടെ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഇനിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി. കാസ്ട്രോജെറിസിൽ നിന്ന് അന്നത്തെ താമസവും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അത് ബൊഡിയ ഡെൽ കമീനോ എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് കാരിയോൺ എന്ന് പറഞ്ഞ വേറെ സ്ഥലം. ഇപ്പം ഞങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ലെഡിഗോസ് എന്നും ബെർസിയാനോ എന്ന് പറഞ്ഞ 2 ടൗണുകളുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അതിൽ ബെർസിയാനോയിലേക്ക് നടക്കുമ്പോൾ ഒരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ സാഗൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കത്തീഡ്രലുണ്ട്, അവിടെ പോയാൽ ഇതിൻ്റെ പകുതി വഴി യാത്ര ചെയ്തെന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് എലിസബത്ത് എന്ന് പറഞ്ഞ സ്ത്രീ ഞങ്ങളെ കൂട്ടുകിട്ടി. അപ്പോൾ ഞങ്ങൾ 3 പേരും എലിസബത്തും ഞാനും ഗ്രേസിയും കൂടെ നടന്ന് സഹാഗൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ മിഡിൽ പോയിന്റ്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കത്തീഡ്രലിൽ കയറി അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഈ പകുതി വഴി തീർത്തതിന് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റ് മേടിച്ചു. അവിടുത്തെ കത്തീഡ്രലും കണ്ടു. കത്തീഡ്രലിനോട് അനുബന്ധിച്ച് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ആ കത്തീഡ്രലും ഈ മ്യൂസിയവും കണ്ട് ചുറ്റുവട്ടം ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ കത്തീഡ്രൽ ഇരിക്കുന്നത്. മനോഹരമായ സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു.
കാരിയോണിൽ നിന്ന് പോയിട്ട് ലെഡിഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ലെഡിഗോസിൽ നിന്ന് വാർസിയാനോ ഡെൽ റിയൽ കമീനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് റിലിഗോസിൽ ചെന്നു. റിലിഗോസിൽ നിന്ന് ലിയോൺ എന്ന് പറയുന്ന അടുത്ത സിറ്റി ചെന്നു. മേജർ സിറ്റി ഈ സ്പെയിനിലുള്ള ലിയോണിൽ കുറേ അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം നടന്ന് കുറേ പറ്റുന്നിടത്തുള്ളതൊക്കെ നടന്ന് കണ്ട് അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ എക്സ്ട്രാ ദിവസം സിറ്റി കാണാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അപ്പോൾ ലിയോണും കണ്ടിച്ച് അവിടെ എന്തൊക്കെയോ കത്തീഡ്രലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് സ്ഥലം. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിനിലെ എല്ലാ സ്ഥലങ്ങളും ഒരഴുക്കുമില്ല, ഒരു വെള്ളക്കെട്ടുമില്ല, ഒന്നുമില്ല, ഗാർബേജ് ഇല്ല. എല്ലാ റോഡുകളുടെയൊക്കെ സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചൊക്കെ നിൽക്കുന്ന മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സിറ്റികളാണത്. അപ്പോൾ അന്ന് വരെ ലിയോണിൽ ഞങ്ങൾ ആ ദിവസത്തെ യാത്ര തീർന്നു. അവിടെ താമസിച്ചു. 2 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആണ് മെയ് 14, 70 വയസ്സ് തികഞ്ഞ ദിവസം. അന്നത്തെ ഒരു പ്രത്യേകത, മെസാരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടത്. ഈ ഞങ്ങളുടെ ടൂർ കമ്പനി ഒരു കാര്യം ചെയ്തു, ഈ പോകുന്ന വഴിക്ക് അവർക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല ബുക്ക് ചെയ്ത് പോയിട്ട്. അപ്പോൾ അതിനവർ ചെയ്തത്, ഞങ്ങളെ ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ സിറ്റി ചെല്ലുമ്പോൾ അവിടെ ഒരു ടാക്സി വന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്യും. അപ്പോൾ ടാക്സിക്കാർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പർ. അപ്പോൾ അയാൾ എന്നെ വിളിച്ചു. പക്ഷേ പുള്ളിക്കാരന് പോയിട്ട് അക്ഷരം ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അത് പ്രശ്നമായി. അപ്പോൾ അടുത്ത് നിന്ന സ്പാനിഷ് സംസാരിക്കുന്ന ആളെ ഞാൻ വിളിച്ച് അവർ ആ ടാക്സി ഡ്രൈവറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളൊരു ഒരു ചർച്ചിൻ്റെ അടുത്ത് പോയി നിന്നു. അവിടുന്ന് ഈ മനുഷ്യൻ വന്ന് ഞങ്ങൾ ഏകദേശം അവരുടെ കണക്ക് പറയുന്നത്, നിങ്ങൾ അവിടെ എത്താറാവുന്ന 1 മണിക്കൂർ മുമ്പ് ഈ ടാക്സി ഡ്രൈവറെ വിളിക്കണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചറിയിച്ചു. അയാൾ വന്ന് ഞങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട് ഒരു 8-10 കിലോമീറ്റർ ഡീടൂർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ, ഒരു മനുഷ്യരും വേറെയില്ല. ഒരു B&B നടത്തുന്ന ഒരു കപ്പിളുണ്ട്, അതായത് ഭർത്താവും ഭാര്യയും കൊണ്ട് B&B നടത്തുന്ന സ്ഥലത്ത് ഈ ഒരു വീട് മാത്രം, ഒരു വീടായിരുന്നത്, ആ വീട് മാത്രം ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽക്കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഇട്ട ഒരു ഫ്ലോറ്, ആ ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കീഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴുകി പോവുകയാണ്. അതിമനോഹരമായൊരു സ്ഥലം. ഇഷ്ടംപോലെ ഫ്രൂട്ട് ട്രീസും പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ട്, അതിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും, അവർ വളരെ നല്ല ആൾക്കാർ. അപ്പോൾ ഞങ്ങളെ ആ ഡ്രൈവർ അവിടെ കൊണ്ടുവിട്ടു. വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ വേറെ 2 കപ്പിളും കൂടി വന്നു. പിന്നെ ഒരു കനേഡിയൻ സ്ത്രീയും അവളുടെ മകനും. ഇവരപ്പം ഞങ്ങൾ എല്ലാവരും കൂടി 8 പേര് അതിനകത്തുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഞങ്ങൾക്ക് ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് ആ ലാൻഡ് ലോഡ് ഫുഡ് ഉണ്ടാക്കി തന്നു. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു, ഇന്ന ഓപ്ഷൻസ്. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കി തന്നു. അവരോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ്. അവർ ഉടനെ കേക്ക് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. വളരെ മെമ്മറബിൾ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാം. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ തലേ ദിവസം കൊണ്ട് വെട്ടിയ ടാക്സിക്കാരൻ അവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് തലേന്ന് പിക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനായ ഓർബിഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുമ്പോൾ തലേന്ന് കണ്ട 2 സ്ത്രീകൾ, ക്രൊയേഷ്യയിൽ നിന്ന് വന്ന 2 സ്ത്രീകളാണ്, ചേട്ടത്തി അനിയത്തിയും. അതിൽ മൂത്ത ആൾക്ക് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അവൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അനിയത്തിക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ല. അപ്പം അവരവിടെ വഴിക്ക് നിന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. എന്നിട്ട് ഞങ്ങളോട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ് സംഭവം? ഞങ്ങൾ ബൈ മിസ്റ്റേക്ക് ഞങ്ങളുടെ ഈ ലഗേജ് അവിടുന്ന് 17 കിലോമീറ്റർ പുറകിലുള്ള സ്ഥലത്തെ ഒരു ഹോട്ടലിലേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഞങ്ങൾ 2 കൂട്ടരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂം ബുക്ക് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ ആരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അവരെ വിളിച്ചേച്ച് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ റൂംസ് എക്സ്ട്രാ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ നടന്നു. അവർ വളരെ ഹാപ്പിയായി. ഞങ്ങൾക്ക് അവരുടെ ഏഞ്ചൽസ് നിന്ന് ഞങ്ങൾക്കൊരു ഇത് തന്നു, ടൈറ്റിലും തന്നു. പിന്നീട് അവരെ ഞങ്ങൾ കണ്ടുകൂട്ടി. വഴിക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലത്തും വെച്ച് അവരെ മീറ്റ് ചെയ്ത് ഒരുമിച്ചല്ല നടക്കുന്നത്. അങ്ങനെ ഒരു പരോപകാരം ചെയ്തിട്ടാണ് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോയത്. അത് ഓർബിഗോയിൽ പോയി താമസിച്ചു വന്ന്. നല്ലൊരു സ്ഥലം, പ്രൈവറ്റായിട്ട് ഇങ്ങനെ നടത്തുന്ന ഒരു ഹോട്ടൽ പോലെ പറയാം. ഓർബിഗോയിൽ താമസിച്ചിട്ട് പിറ്റേന്ന് ഈ ഓർബിഗോയുടെ ഓണർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ അറേഞ്ച്മെൻറ്റ് അതിൻ്റെ തൊട്ടടുത്ത ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അടുത്ത സ്റ്റേഷനിലേക്കുള്ള ഫോൺസിബെഡോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഈ ഫോൺസിബെഡോണിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഇപ്പോൾ മനുഷ്യർ അവിടേക്ക് ഓരോ കസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിയിൽ ഉരുളൻകല്ലുകൾ 1-2 ആൾക്കാർ എടുത്ത് പോക്കറ്റിലിടുക, കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഫോൺസിബെഡോണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുന്ന് പോലെ സ്ഥലത്ത് കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു പൊക്കത്തിലൊരു കുരിശുണ്ട്, അവിടെ നട്ടിട്ടുണ്ട്. ഈ ആൾക്കാർ, ഇവരുടെ വിശ്വാസം, അവനവൻ്റെ ദുഃഖഭാരങ്ങളും ബാക്കി കഷ്ടപ്പാടുകളുമെല്ലാം ഈ കല്ലിനകത്ത് ആവാഹിച്ചിട്ട് അവരങ്ങ് ആ കല്ല് ആ കുരിശിൻ്റെ പുറത്തേക്ക് ചുവട്ടിലേക്ക് എറിഞ്ഞിടും. അപ്പോൾ ഞങ്ങളും കല്ലെടുത്തു, എറിഞ്ഞിട്ടു. വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങ് എറിഞ്ഞിട്ടു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും 20 കിലോമീറ്റർ 19 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ആൽബർഗേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു റൂമിൽ 1-ൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന റൂമുകളാണ് അവർക്കുള്ളത്. അതിനകത്ത് പ്രൈവറ്റ് ബാത്റൂം ഇല്ല, പബ്ലിക് ബാത്റൂം ഉള്ള സ്ഥലമാണ് ആൽബർഗെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നടപ്പുള്ള കാര്യമല്ല. കാരണം ആൾക്കാർ കിടന്ന് കൂർക്കം വലിക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് റൂംസ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തിരുന്നു. അത് അവർ അറേഞ്ച് ചെയ്ത് തരുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആൽബർഗെ, ഇതുവരെയായിട്ട് ആൽബർഗയുടെ ആൾക്കാർ കോമൺ ആയിട്ട് താമസിക്കുന്ന റൂമിൽ ഞങ്ങൾ കയറിയിട്ടില്ല. അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും വൈകുന്നേരം ഡിന്നർ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ ആൽബർഗയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്, 50 പേരോ 60 പേരോ ആവാം. എല്ലാവരും കൂടി ഒരു റെസ്റ്റോറൻറ്റ് പോലെ സ്ഥലത്തിരുന്ന് കോമൺ ആയിട്ട് ഡിന്നർ കഴിക്കുക. അതിനിടയ്ക്ക് അവിടെ കൂട്ടത്തിൽ കൂടിയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാം, അവരെ പരിചയപ്പെടാം. അപ്പോൾ അത് കാണണം എന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് ആൽബർഗയിൽ കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് അവിടെ കയറി അവിടുത്തെ ആ സ്റ്റാഫിനോട് ചോദിച്ചു, എനിക്ക് ഈ ആൽബർഗയിൽ കയറിയിട്ട് നിങ്ങളുടെ റൂം ഒന്ന് കാണണം എന്നുണ്ട്, അതിന് കയറിയിട്ടൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഓ കുഴപ്പമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് മനസ്സിലാണ് ഓരോ റൂമിലും ആ പർട്ടിക്കുലർ ആൽബർഗയിൽ 9 ബെഡാണ് ഒരു റൂമിൽ. അതായത് ഈ ബങ്ക് ബെഡ്, അതായത് നിലയായിട്ടുള്ളത്. അങ്ങനെ 9. അടുത്ത റൂമിൽ ചെന്നു, അവിടെ 9 എണ്ണം. അങ്ങനെ ഇരിക്കുന്ന ഇത് ഞങ്ങൾ കണ്ടിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഞങ്ങൾ 2ാം നിലയിലാണ് ഇത് ആദ്യം കയറി കണ്ടത്. താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴേക്കും കൃത്യമുണ്ട് ഒറ്റ ഒച്ച. ഈ മുകളിലത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അവൻ്റെ കയ്യിൽ ഒരു പവർ ഡ്രില്ലുണ്ടായിരുന്നു. ഇലക്ട്രിക് ഡ്രില്ലും കൊണ്ട് പുള്ളി കീഴോട്ട് ഇറങ്ങി വന്നപ്പോഴും കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് ഈ ഇലക്ട്രിക് ഡ്രില്ല് നിലത്തേക്ക് വീണു. ഗ്രേസിയുടെ തലയുടെ സൈഡിൽ കൂടെ റബ്ബ് ചെയ്തിട്ടാണ് സാധനം പോയത്. ലക്കിലി ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ അതൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഈ സാമോസിലെ ആ സംഭവത്ത് പോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ദിവസം അവിടെ ഒപ്പിനോ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് സാന്റിയാഗോയ്ക്ക് അധികം ദൂരമില്ല, 1-2 സ്റ്റോപ്പ് കൂടി ഉള്ളൂ. ഒപ്പിനോയിൽ എത്തിയപ്പോൾ ഒരു ബാത്റൂമിൽ കയറണം. ഈ ബാത്റൂമിൽ ചെറിയ റെസ്റ്റോറൻറ്റ് പോലുള്ള സ്ഥലത്ത് ബാത്റൂമിൽ കയറാനായിട്ട് ഞാൻ ആദ്യം ബാത്റൂമിൽ, ഗ്രേസി 2ാമത് വന്നപ്പോൾ അവിടെ മെൻസ് ബാത്റൂം മറ്റേത് തുറക്കുകയില്ല. അതുകൊണ്ട് മെൻസ് ബാത്റൂമിൽ കയറി. മെൻസ് ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ നേരത്തെ ആ ഡോർ തുറക്കുകയില്ല. അവിടെ അകത്തുനിന്ന് തള്ളുകയും പിന്നെ ഈ ലോക്ക് തിരിക്കുകയും ചെയ്തിട്ട് സാധനം ഓപ്പൺ ചെയ്യല. ഞാൻ ആ ഹോട്ടലിൻ്റെ സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ വന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, തുറക്കുകയില്ല. നല്ല സ്ട്രോങ് ഡോർസ് ആയിരുന്നു. ലക്കിന് ഈ ബാത്റൂമിൻ്റെ മുകളിൽ ഈ സ്കൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഈ ഗ്ലാസ് ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു വിൻഡോയെ, അതുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരാൾ അറ്റകായിട്ട് അവർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ സ്കൈലൈറ്റ് പൊക്കാൻ നോക്കുമ്പോൾ അടിയിൽ നിന്ന് പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഈ സിങ്കിൻ്റെ മുകളിൽ ഗ്രേസി ചവിട്ടി കയറി നിന്ന് പതിയെ കൈകൊണ്ട് അത് അൺലോക്ക് ചെയ്ത് മുകളിലോട്ട് പൊക്കി കൊടുത്തു. അവിടെ മുകളിലോട്ട് പൊക്കി കൊടുത്തപ്പോൾ ആ ആള്, ഈ സ്റ്റാഫ്, അതിനകത്തോട് പതിയെ ഊർന്നിങ്ങ് ഇറങ്ങി
അകത്തുനിന്ന് പണിത് എങ്ങനെയോ ഡോറ് തുറന്നു കൊടുത്ത് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഒപ്പീനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സംഭവം ഉണ്ടായത്. യാത്രയുടെ ആദ്യ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾ കവർ ചെയ്തിട്ട് ലാസ്റ്റ് വന്നപ്പോഴാണ് വലിയ ഡേഞ്ചറസ് അല്ലാത്ത 2 ഇൻസിഡൻസ് ലക്കിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ഈ യാത്രയുടെ 42-ാം ദിവസം സാന്റിയാഗോയിലെത്തി. ഈ സാന്റിയാഗോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ കയറിയിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഈ കമീനോ അവർക്ക് ഓഫീസുണ്ട്. കമീനോ ഓഫീസിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ എന്ന് പുറപ്പെട്ടു, എത്ര ദിവസം എടുത്തു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഇട്ടു. ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കമീനോയിൽ ലാസ്റ്റ് സാന്റിയാഗോ ചെന്ന് കത്തീഡ്രലിൻ്റെ അടുത്തുള്ള ഇവരെ കമീനോ ഓഫീസിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനത് ഓൾറെഡി ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കമീനോ ഈ സാന്റിയാഗോയിൽ ചെന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ ഈ കമീനോ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കമീനോ പല സ്ഥലത്തുനിന്നും ചില അവരുടെ ഓഫീസുകളുണ്ട്. അവിടുന്ന് ഒരു പാസ്പോർട്ട് ചെറിയൊരു ബുക്ക് തരും ഈ കമീനോയ്ക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് മുതൽ ദിവസം 2 സ്ഥലങ്ങളിൽ നിന്നിട്ട് അവിടെ കയറി ഒരു സീലടിക്കുക ഈ ഓരോ പേജിലും. അപ്പോൾ അത് ബാറുകളിൽ കിട്ടും, അവിടെയുള്ള കടകളിൽ കിട്ടും, മൽബർഗയിൽ ഹോട്ടൽസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ സ്റ്റാമ്പ് അടിക്കുക. ഈ സീലടിക്കാൻ അവർക്ക് സീലുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 800 കിലോമീറ്ററും ചെയ്തുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ 2 സ്റ്റാമ്പ് അടിക്കണമെന്നില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യ ദിവസം മുതൽ എവിടെ പോയാലും ചെല്ലുമ്പോഴും ഒരു ദിവസത്തേക്ക് 2 സീൽ വെച്ച് അടിച്ചെടുക്കുമായിരുന്നു. പിന്നെ ഇതിനകത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തുടങ്ങാമെന്ന്. ഈ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ കമീനോയിൽ ഈ സാന്റിയാഗോയിൽ നിന്ന് 100 കിലോമീറ്റർ പുറകിലുള്ള സ്ഥലത്ത് സെറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ സെറിയയിൽ നിന്ന് പുറപ്പെടുന്ന ആൾക്കാർക്കും അത് 100 ചില്ലുവാനും കിലോമീറ്റർ, പക്ഷേ പൊതുവെ ഒരു 100 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ആ 100 കിലോമീറ്റർ നടക്കുന്ന ആൾക്കാർക്ക് സൈക്ലിങ് പോവുകയാണെങ്കിൽ 250 കിലോമീറ്റർ പോകണം. അപ്പം 100 കിലോമീറ്റർ നടക്കുന്ന ആൾക്കാർക്കും അവർ പോകുമ്പോൾ കൃത്യമായിട്ടും ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് 2 സ്റ്റാമ്പ് സീല് വീതം അടിക്കണം ഈ പാസ്പോർട്ട് ബുക്കേൽ. അവർക്കും രജിസ്റ്റർ ചെയ്യാം, ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ കമീനോ ഓഫീസിൽ ചെന്നപ്പോഴേക്കും പിൽഗ്രിം ഓഫീസ് ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ റെഡിയായിട്ടിരിക്കുകയായിരുന്നു. അത് എളുപ്പത്തിൽ കിട്ടി. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കമീനോ ഈ സാന്റിയാഗോയിൽ ചെന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ സോ എക്സൈറ്റിംഗ് ഡേ ആയിരുന്നു. കാരണം ഇത്രയും നടന്ന്, പ്രത്യേകിച്ച് ഈ 70-ാം വയസ്സിൽ നടന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ആ സന്തോഷം. അവിടെ ചെന്ന് ഞങ്ങൾ കത്തീഡ്രലിനകത്ത് കയറി ഈ സെൻറ്റ് ജെയിംസിൻ്റെ ശവകുടീരം കണ്ടു. ആ മനോഹരമായ കത്തീഡ്രലിലൊക്കെ നടന്ന് കണ്ടു. ദെൻ പരിപാടികൾ നിർത്തി ഞങ്ങൾ തിരിച്ചു. അന്ന് രാത്രിയിൽ അവിടെ ഒരു സ്ഥലത്ത് താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എയർപ്ലെയിനിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് കുറേ തകരാറ് പറ്റി. അവർ ചെയ്തതാണ്. ഞങ്ങൾ സാന്റിയാഗോയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ന്യൂയോർക്കിലേക്ക്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരൊരു മെസ്സേജ് അയച്ചു, അതിനകത്ത് കുറച്ച് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്നാണ് ഫ്ലൈറ്റ് എന്ന്. ഞാൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങോട്ട് 70-80 കിലോമീറ്റർ ഉണ്ട്. അത് ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്തിരുന്നു. രാവിലെ $130-140 കൊടുത്തിട്ട് യൂറോ കൊടുത്ത് ഏർലി മോർണിംഗിൽ അയാൾ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ ന്യൂയോർക്കിലെത്തി. ജൂൺ 1-ാം തീയതി ഞങ്ങളുടെ ഈ അഡ്വഞ്ചർ ഈ ട്രിപ്പ് തീർത്തു. പുതിയൊരു മാനസികാവസ്ഥയൊക്കെ ആയിട്ട് ഞങ്ങളിഞ്ഞ് പോന്നു. അങ്ങനെ 800 കിലോമീറ്റർ നടന്ന് കുന്നും മലയൊക്കെ കയറി നടന്ന് ഒരു കുഴപ്പമില്ലാതെ, കാലിന് ബ്ലിസ്റ്ററോ പിന്നെ ഉളുക്കോ ചതവോ ഒന്നും വരാതെ ഭംഗിയായിട്ട് ഇത് നടന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനവധി ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ സാധിച്ചു. എല്ലാം അതിമനോഹരമായിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. ഞങ്ങളുടെ ഈ യാത്രയുടെ വിവരണം കേട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്യാൻ പ്രചോദനം ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഈ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി പറയുന്നു.